blessing to see all of you here this evening as we partake in the OCYM Lenten Retreat. As you all know, in our church, every Saturday of the Great Lent we have prayer meetings, either at people's homes or here in the church. And it's a blessing for us, even though just a few of us are here, but every time we gather together in the presence of our Lord to spend some time in meditation, reading scripture, singing devotional hymns, for us to be reminded of our great calling to be Christians. We're very blessed this evening for this OCYM retreat to have with us Reverend Father Thomas Matthew, most respected Joe Biachin. As you all know, Achin is the Assistant Vicar of St. Gregorios Orthodox Church in Elmhurst, but more important than Achin is one among us. The theme for this evening is One Thing You Lack, which is taken from St. Mark chapter 10, verses 17 to 22. And I pray that God open all of our hearts and our minds, that we may think and meditate about what we lack in our life. So without taking any more time, with all of your permission, I welcome our beloved Joe Biachin to come forward and give us this evening's devotion. This is our 50 days of journey. We already started, and in a sense, we passed halfway. We can say 40 days Lent, 40 days Lent, we completed first 20 days. We have 20 more days before the Holy Week. So, we will Pagati Vadi Nilkriya. Now, this is a yatra. There is a lot of means of transportation in this world. ഇവിടെ നിന്ന് എനിക്ക് ഷിക്കാഗോയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നടന്നു പോകുന്നതാണോ എളുപ്പം, ബസ്സിൽ പോകുന്നതാണോ എളുപ്പം, ഫ്ലൈറ്റിൽ പോകുന്നതാണോ എളുപ്പം? Flight is the easiest and fastest way to reach another destination. So we need another mean of transportation to reach from somewhere to somewhere. ഇല്ലേ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നത് നോയമ്പിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ നന്മയിലേക്ക് അങ്ങ് ജീവിച്ചോളാം എന്ന് ഒരുപാട് ആൾ നമ്മുടെയൊക്കെ മനസ്സിന് തോന്നാറുണ്ട്. ഇവിടെ ഈ പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രത്യേകിച്ച് കാര്യം, അല്ലെങ്കിൽ കുറെ നാൾ ഭക്ഷണം മാറ്റി വെച്ചിട്ട് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദിസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊരു ചിന്തയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ഇവിടെ നിന്നും ഒരുപാട് മാരത്തൺ റണ്ണേഴ്സൊക്കെ നമുക്കറിയാം, 5K റണ്ണിങ് ഒക്കെ പോകുന്ന ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിലും ഒക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ പരിചയക്കാരൊക്കെ മാരത്തൺ റണ്ണിങ്ങിന് പോകുന്നവരൊക്കെ. അവർക്ക് ഓടാൻ പറ്റും, പക്ഷെ എല്ലാവർക്കും അതുപോലെ ഓടാനുള്ള കഴിവുണ്ടാവണം എന്നില്ല. അഥവാ ഓടാൻ ശ്രമിച്ചാൽ തന്നെ പിറ്റേ ദിവസം നമ്മളൊക്കെ കിടപ്പാവും, അല്ലെങ്കിൽ പിറ്റേ ദിവസം വിരമിക്കേണ്ടി വരും. അതാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധ നോമ്പ് അല്ലെങ്കിൽ പ്രാർത്ഥന ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് യാത്ര കുറച്ചും കൂടി സുഗമമാക്കാൻ വേണ്ടിയാണ്. We use these kind of prayers, fasting, Lent, and all these kind of our spiritual services to make our journey easier. ഇല്ലേ? ഈ നമുക്ക് നാട്ടിലൊക്കെ ജീവിച്ച ആൾക്കാർക്കറിയാം, പശുവിനെയും കാളകളെയൊക്കെ വളർത്തിയിട്ടുള്ളവരോ അല്ലെങ്കിൽ വളർത്തുന്നത് കണ്ടിട്ടുള്ളവരോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുതിരകളെ കണ്ടിട്ടുണ്ടായിരിക്കും, മൂവീസിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. സാധാരണ ജനിച്ചു വീഴുന്നത് പോലെയല്ല മനുഷ്യന് വളർത്തുന്ന പശുവിനോ കാളയ്ക്കോ കുതിരയ്ക്കോ. എക്സ്ട്രാ ചില സാധനങ്ങൾ അതിനെ ഘടിപ്പിക്കും, ഇല്ലേ? എന്തൊക്കെയാ? മുഖപ്പട്ട, മൂക്കുകയറ്, കടിഞ്ഞാൺ. ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ, ഇല്ലേ? ഈ കുതിരയൊക്കെ കടിഞ്ഞാണൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ ഒരു ലുക്കാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ്? നിയന്ത്രിക്കാനാണ്. ഇത് നിയന്ത്രിക്കാതെ വേണമെങ്കിലും പശുവിനെ വളർത്താം, പക്ഷെ അത് ഉപയോഗിക്കുന്നവൻ കുറച്ച് കഴിയുമ്പോൾ ദുഃഖിക്കേണ്ടി വരും, പ്രയാസപ്പെടും, വേദനിക്കും. കാരണം പശു അതിന് സ്വഭാവം കാണിക്കും. സ്വാഭാവികമായിട്ട് അതിനെ വളർത്തുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കുതിരയും അതുപോലെ തന്നെ. എല്ലാത്തിനെയും മുമ്പോട്ട് നയിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്, ഒരു മൃഗമാണ്. നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ വി ഓൾ ഹാവ് ദി ആനിമൽ ഇൻസ്റ്റിങ്ക്ട് ഇൻ അവർ ലൈഫ്. അതുകൊണ്ടാണ് ഈ ചെണ്ടമേളം കേൾക്കുമ്പം നമ്മുടെ ഉള്ളിൽ തുള്ളൽ വരുന്നതിന്റെ കാരണം വി ഹാവ് ദാറ്റ് ആനിമൽ ഇൻസ്റ്റിങ്ക്ട് ഇൻ us. ബിക്കോസ് ചെണ്ട ഈസ് അസുരവാദ്യം എന്നാണ് മലയാളത്തിൽ. അസുരവാദ്യം, അസുരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. അതിന് ബാക്കി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, മ്യൂസിക് അല്ലെങ്കിൽ കൂടുതൽ ഡ്രംസിന്റെ താളം, റിതം കേൾക്കുമ്പോൾ നമുക്ക് തുള്ളാൻ തോന്നുന്നതിന്റെ കാരണം വി ഹാവ് ദാറ്റ്
എന്താ പറയുക, പിന്നെ നമുക്ക് മനുഷ്യനാണല്ലോ, മറ്റുള്ളവർ കാണുമല്ലോ, ഇത്ര പ്രായമായല്ലോ എന്നൊക്കെ നോക്കി നമ്മൾ അഭിനയിക്കും ഇല്ലേ. ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളും കുറച്ചൊക്കെ മടി കാണിക്കും. അപ്പം ആ ഒരു കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ദിവസേന ജീവിക്കുന്നത് പോലെ എല്ലാ ദിവസവും ജീവിക്കാൻ ത്രൂ ഔട്ട് ദ ഇയർ വി കനോട്ട് ലിവ് ലൈക്ക് വി ആർ ലിവിങ് എവറി ഡേ. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് വേണ്ടി നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എനിക്കൊരു 25 മിനിറ്റ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, 25 മിനിറ്റ് പ്രസംഗിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിലെ കുറിച്ച് you know something about it. If anybody is not aware about this world, please raise your hand. ആർക്കെങ്കിലും ഈ ലോകത്തെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലോകം, ഭൂമി അറിയാത്തവരായിട്ട് ആരുമില്ല ഇല്ലേ. ജോയൽ അച്ഛനെ കുറിച്ചും കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിങ്ങൾക്ക് അറിയും ഇല്ലേ. അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തോട്ടൊക്കെ നോക്കി, ഇവരെയൊക്കെ നിങ്ങൾക്കും കുറച്ച് നാളായിട്ട് അറിയാം. വി നോ ദാറ്റ് വി നോ, ശരിയല്ലേ? എനിക്കറിയാം എന്ന് നമുക്കറിയാം, നമ്മൾ അവിടെ പരാജയപ്പെട്ടു. വി ഫെയിൽഡ്. എനിക്കറിയാം എന്ന് നമ്മൾ എവിടെയൊക്കെ വിചാരിക്കുന്നു അവിടെ നമ്മൾ പരാജയപ്പെട്ടു. നമ്മുടെ കഥാനായകൻ, ഈ കഥയിലെ നായകൻ, അത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം, റൈറ്റ്? മർക്കോസ് 37-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. ആ മനുഷ്യൻ എന്ത് കുറവാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒറ്റ നോട്ടത്തിൽ ഒരു കുറവുമില്ല, കാണാൻ സുന്ദരൻ, എല്ലാ രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ട് സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട്, OCYM-ലും അതുപോലെ ഉള്ള സ്പിരിച്വൽ ഓർഗനൈസേഷൻ എല്ലാം പങ്കെടുത്തൊരു മനുഷ്യനാണ്. ബൈബിൾ സ്റ്റഡിക്ക് പോയിട്ടുണ്ട്. അവൻ ഇന്നേ അവരൊരു പാപം ചെയ്തിട്ടില്ല. അതാണ് ഹൈലൈറ്റ്. യേശു തമ്പുരാൻ ഓരോ പാപമായിട്ട് 10 കൽപ്പനകളിൽ നിന്നുള്ള ഓരോ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നു. ചെറുപ്പം മുതൽ ഇന്നേ വരെ ഞാനിതൊന്നും തെറ്റിച്ചിട്ടില്ല. പെർഫെക്റ്റ് മാൻ ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഹി ഈസ് ദ പെർഫെക്റ്റ് മാൻ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരാൻ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് യേശു തമ്പുരാൻ. എനിക്ക് തോന്നിയിട്ടുണ്ട് യേശു തമ്പുരാൻ എന്തുകൊണ്ട് ഇവനെ തിരിച്ചു വിട്ടത്. നല്ലപോലെ പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ. യവനെ കൂടെ കൂട്ടിയായിരുന്നെങ്കിൽ എത്രയോ ആളുകൾ യേശു തമ്പുരാനെ കൂടെ കൂടിയാൽ ഈ പറഞ്ഞ മറ്റുള്ള മീൻപിടുത്തക്കാരായ ആൾക്കാരെയോ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരെയോ കൂടെ കൂട്ടുന്നതിനേക്കാൾ കൂടുതലായി, if Jesus Christ include him also in his 12 disciples, he could get more believers as Christians during the lifetime of Jesus Christ. എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത്ര നല്ലൊരു മനുഷ്യൻ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പലരെ എടുത്ത് നോക്കിയാലും ഇത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മനുഷ്യനില്ല. എനിക്കൊന്ന് ബൈബിളിൽ തന്നെ ഇത്രയും നല്ല ക്വാളിഫിക്കേഷൻ നമ്മൾ ചെറിയ വാക്യങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളെങ്കിലും ഇംപെക്കബിൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ വേറെ ആരുമില്ല. അവനും വിചാരിച്ചത് അങ്ങനെയാണ്, ഐ എം പെർഫെക്റ്റ് ബിക്കോസ് ഐ നോ ദ സ്ക്രിപ്ചർ. എനിക്ക് ന്യായപ്രമാണം അറിയാം, കൽപ്പനകൾ അറിയാം, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൽപ്പനകൾ അനുസരിച്ച്, നിയമം അനുസരിച്ച് എല്ലാ ദിവസവും ജീവിക്കുന്ന ആളാണ് എന്നൊരു ബോധത്തോടെ, ഒരല്പം പ്രൈഡോടെയാണ് യേശു തമ്പുരാന്റെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിലുള്ള ഒരു വലിയ പരാജയം. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ ആരും പറഞ്ഞില്ല ഈ ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്കറിയാമോ. നാലപ്പാട്ട് എന്ന് പറഞ്ഞൊരു കവിയുണ്ട് മലയാളത്തിൽ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്ങനെ എങ്ങാണ്ട് ഇവിടെ തിരിഞ്ഞ് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്നൊരു കവിതയാണ്. അതായത് ഈ ലോകം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമി മാത്രമല്ല, മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ, സാറ്റൺ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, അങ്ങനെ കുറെ പ്ലാനറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്തെ ഏറ്റവും ചെറിയ 2ാമത്തെ 3ാമത്തെ പ്ലാനറ്റാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ടെക്സസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ് ഡാളസ് മെട്രോപോളിസ് എന്ന് പറയുന്ന സിറ്റി. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഗാർലൻഡിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു പള്ളിയുടെ ഉള്ളിൽ ഇരിക്കുന്ന സജീവങ്ങൾ പറയുവാണ് ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളല്ലേ എനിക്കറിയാം അല്ലേ. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ശരി എനിക്കറിയാം, ലോകത്തെക്കുറിച്ച് എല്ലാം ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഈ റോഡിൽ കൂടി I-30 കൂടെ പോകുന്ന വണ്ടികൾ, എത്ര വണ്ടി ഇപ്പം നമ്മൾ ഈ പ്രസംഗം തുടങ്ങിയതിന് ശേഷം എത്ര വണ്ടികൾ ഈ I-30 കൂടെ പോയി കാണും നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതുപോലെ ഓരോ സെക്കൻഡിൽ, ഓരോ മിനിറ്റിൽ, ഓരോ മണിക്കൂറിൽ ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ മാത്രമാണെന്ന് ചിന്തിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് വി നോ എവറിത്തിങ്. പോട്ടെ, പുറത്തുള്ള കാര്യം വിട്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ
എനിക്കറിയാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോലും നമുക്കറിയില്ല. നമ്മളെക്കുറിച്ച് പോലും നമുക്കറിയില്ല. എത്ര ഇപ്പൊ ഈ പ്രസംഗം തുടങ്ങിയതിന് ശേഷം സജീവങ്ങൾ എത്ര പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്തു എന്ന് കണക്ക് കൂട്ടി നോക്കാൻ പറ്റും? സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം ഇല്ലേ? എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്തു? സുജാൻറ്റിക്സും ട്രൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനി മുതൽ അടുത്ത 20 മിനിറ്റത്തേക്കിന് നമുക്ക് ചെയ്യാനുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യം പോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരു CT സ്കാൻ എടുക്കണമെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഇല്ലേ? എത്രയൊക്കെ ഈ മെഷീനകത്തിൽ കൂടെ കയറി ഇറങ്ങി നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇല്ലേ? എന്തോരം ടെസ്റ്റുകൾ നടത്തണം. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് എത്ര തവണ അറിയണം എന്നുണ്ടെങ്കിൽ എത്ര ടെസ്റ്റ് നമ്മൾ നടത്തണം. ഇനി അഥവാ എന്തെങ്കിലും ബീറ്റിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ എത്ര മെഷീൻ വീണ്ടും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും? നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഈ മനുഷ്യനോട് കർത്താവ് പറഞ്ഞത്, നിനക്ക് നിന്നെക്കുറിച്ച് അറിയില്ല. നീ നിന്നെക്കുറിച്ച് അറിയാമെന്ന് നീ വിചാരിക്കുന്നത് തെറ്റാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊക്കെ ഒരു വിചാരം, നമ്മളെക്കുറിച്ച് അറിയാം, ഈ ലോകത്തെ കുറിച്ചറിയാം, പങ്കാളികളെ കുറിച്ച്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സ്വന്തം പങ്കാളികളുടെ കാര്യം തന്നെ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ലൈഫ് ടൈം ഇത്ര നേരം. ഞാനൊരു 10 വർഷം പോലും ആയിട്ടില്ല കല്യാണം കഴിച്ചത്. പലതവണയും നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്, യു കാനോട്ട് അണ്ടർസ്റ്റാൻഡ് മീ, യു ആർ നോട്ട് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് മീ. എത്ര പ്രാവശ്യം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിന്തിച്ചു സ്വന്തം പങ്കാളികൾ, സ്വന്തം പാർട്ണറാണെന്ന് ചിന്തിച്ചോ. 24/7 ഒരുമിച്ച് ജീവിക്കുന്നവർ പോലും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളെല്ലാം ചിന്തിക്കുന്നത്. വി നോ ദാറ്റ്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഡീ ലേണിംഗ് ഇല്ലേ? ഡീ ലേണിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും മനസ്സിലാക്കണം. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് യു ഹാവ് ടു ഡീ ലേൺ. പഠിച്ചു വെച്ചിരിക്കുന്നവയൊക്കെ ഒന്ന് പൊളിച്ചെഴുതണം. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയും ഫിലോസഫിയിൽ പറഞ്ഞു. ഡീകൺസ്ട്രക്ഷൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരാളുടെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പിന് ചെല്ലുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ആ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് അതല്ലേ നമ്മൾ പറയാറുണ്ട് ഡോക്ടറിനോടും നെവർ ലൈ ടു എ ഡോക്ടർ. ഒരു ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയുന്നത് പറഞ്ഞതിന്റെ കാരണം, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. യഥാർത്ഥമായിട്ട് നമ്മളെ ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ, അതിനുള്ള തെറാപ്പി തരണമെങ്കിൽ വി ഹാവ് ടു ഓപ്പൺ അപ്പ് ടു എ ഡോക്ടർ. അപ്പൊ ഇവിടെ നടക്കുന്നതും അത്രമാത്രം ഇന്റൻസീവായിട്ടുള്ള ഒരു കൺഫെഷനാണ്. അവന്റെ അടുക്കിലേക്ക് കർത്താവ് ചെയ്യുന്ന സമയം നമ്മുടെ പ്രധാനപ്പെട്ട തീമിലേക്ക് അടക്കം കർത്താവിനോട് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. ഒരു കുറവ് നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ കുറവ് എന്ന വാക്ക് നമ്മളൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള കുറവുകൾ, എൻ്റെ ജീവിതത്തിൽ ഉള്ള കുറവ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള കുറവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിലുള്ള കുറവുകൾ എന്തൊക്കെയാണ്, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചില കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പള്ളി വരാൻ ചില സമയത്തൊക്കെ ലേസി ആയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമായിരിക്കും. കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറയുമായിരിക്കും. കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ചില മോശം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, കുറവുകളെ കുറിച്ച് ചിന്തിക്കും. ഇതൊക്കെയായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ നേടിയതൊക്കെയാണ് നമ്മുടെ കുറവുകൾ. ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, our gains are our losses. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെന്ന് നമ്മൾ വിചാരിക്കുന്നവയാണ് നമ്മുടെ നഷ്ടങ്ങൾ. എന്ന് ചിന്തിച്ച് ഈ മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. എന്താ പിന്നെ പറയുന്നത്? എന്താ നിനക്കുള്ളത്? ആ മനുഷ്യൻ ചിന്തിച്ചു, അത്രമാത്രം സമ്പത്തുള്ള ഒരു മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിന്റെ മുമ്പിൽ ഒരു അക്കോംപ്ലിഷ്മെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടു, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, നല്ല വീടുണ്ട്, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയുക, ഒരു കുറവ് നിനക്കുള്ളത് വിറ്റ് ദരിദ്രം കൊടുക്കുക. നീ നേടിയതാണ് നിന്റെ കുറവ്. അത് സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ അറിവ് അങ്ങനെയാണ്. നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നവയെല്ലാം നമ്മുടെ കുറവുകളാണ്, നമ്മുടെ അജ്ഞതയാണ് ഇല്ലേ? നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നുണ്ടെ രാത്രിയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളൊരു ചന്ദ്രനെ കാണും, അമ്പിളി അമ്മാവനെന്നും അല്ലെങ്കിൽ താരകം എന്നൊക്കെ നമ്മൾ കവികളൊക്കെ പല പല വാക്കുകൾ ഉപയോഗിച്ച് വർണ്ണിക്കുന്ന ഒരു സംഭവം. അമ്പിളി അമ്മാവൻ നല്ല വെളിച്ചമുള്ള ഒരു സാറ്റലൈറ്റ് ആണ് അല്ലേ? ഒരു ഉപഗ്രഹമാണ്. ആണോ? കാണുമ്പോൾ നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട്, പക്ഷെ വെളിച്ചമുണ്ടോ? ഇല്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്നതിന് മുമ്പ് വിചാരിച്ചിരുന്നത് ദിസ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദി മൂൺ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ കുറച്ചാണ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അവിടെ നല്ല വരുന്നത്, അതിന്റെ സോഴ്സ് വേറെയാണ്. അപ്പൊ അതുപോലെ പണ്ടൊരു കവിതയുണ്ട് ഇതുപോലെ, മന്നവേന്ദ്രം വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നെന്മുഖം. അറിയാവുന്നവരുണ്ടോ? മറന്നിട്ടില്ല.
മന്നവേ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം യുവർ ഫേസ് ഈസ് ലൈക്ക് മൂൺ എന്നാണ്. ഒരാൾ സ്നേഹത്തോട് വേറൊരാളെ വർണ്ണിക്കുകയാണ്, യുവർ ഫേസ് ലുക്സ് ലൈക്ക് എ മൂൺ. ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും, ഇല്ലേ? കാരണം ചന്ദ്രന്റെ ഉപരിതലം മുഴുവൻ എന്താണ്? കുഴികളാണ്. ഇതിന്റെ മുഖത്തെല്ലാം കുഴിയാണെന്നാ പറയുന്നത്. എന്റെ കരളേനൊക്കെ നമ്മൾ വിളിക്കാറുണ്ടല്ലേ? കരളിന്റെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് കളറാണ്? ഒരു ഡാർക്ക് ബ്രൗണോ കറുപ്പ് കളറൊക്കെ ഉണ്ട്. ആ കളർ വെച്ചുകൊണ്ടാണ് സ്വന്തം പാർട്ണറെ നമ്മൾ ഇത്ര നാളെ കരളേന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അർത്ഥം ഇതുവരെ അറിയാത്തതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇത്രമാത്രം കറുത്തിരിക്കുന്ന ഒരു ഇന്റേണൽ ഓർഗൻസ് വെച്ചാണ് നമ്മൾ ഇഷ്ടമുള്ള ഒരാളെ നമുക്കറിയാമെന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാണ്. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നോ, വി ഡോണ്ട് നോ ദി ആക്ച്വൽ തിങ്. ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും. ഈ സൂര്യനിൽ നിന്നും ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് എന്തോ ഒരു സാധനം പ്ലാന്റ്സിലേക്ക് വരും. എന്താ വരുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സൺലൈറ്റ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. സൺലൈറ്റ് വന്ന് നമ്മുടെ ദേഹത്ത് അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ദേഹത്ത് എന്തുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, ഇല്ലേ? അല്ലെങ്കിൽ ആനിമൽസിന്റെ ശരീരത്തിൽ എന്തുകൊണ്ട് ഫോട്ടോസിന്തസിസ്? ഇതെല്ലാം വരുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. പക്ഷേ ചിലടത്ത് മാത്രം ഫോട്ടോസിന്തസിസ് നടക്കുന്നു. ചില ആൾക്കാരുടെ മുഖം കറുത്തു പോകുന്നു, ചില ആൾക്കാർക്ക് ടാൻ കിട്ടുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഈവൻ നമ്മുടെ ശ്വാസം, നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ശ്വാസം, ഈ ശ്വാസം എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ബ്രീത്തിങ്, എക്സൈലിംഗ് ആൻഡ് ഇൻഹേലിംഗ് ചെയ്യുന്നുണ്ട്. ബട്ട് വേറെ എന്തൊക്കെ യൂസിനാണ് നമ്മൾ നമ്മുടെ ശ്വാസം ഉപയോഗിക്കുന്നത്? നമ്മുടെ ശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള വായു നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്? ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളാരും വേറൊരു കാര്യം ഉപയോഗിക്കാറില്ല. ഞാൻ ബലൂൺ പൂരിപ്പിക്കാൻ എന്റെ ശ്വാസം ഉപയോഗിക്കാറുണ്ട്. വേറെ ഇപ്പൊ പിന്നെ ഇൻഫ്ലേറ്റർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇപ്പൊ എനിക്ക് ദുഃഖവെള്ളിയാഴ്ച സർവീസ് കഴിഞ്ഞ് നല്ല ചൂട് കഞ്ഞി കിട്ടി. ഇച്ചിരി ചൂട് കൂടുതലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഊതും. ശ്വാസം ഉപയോഗിച്ചല്ലേ തണുപ്പിക്കുന്നത്. പണ്ട് എന്റെ വീട്ടിൽ വിറകടുപ്പുണ്ടായിരുന്നു. വിറകടുപ്പ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം. വിറകടുപ്പിൽ തീ കെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഊതിയിട്ടത് തീ കത്തിക്കും, ഇല്ലേ? ഈ ചൂട് കൂടാനും ചൂട് കുറയാനും ഇതേ എയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് വിറകടുപ്പ് കെട്ടുപോയാൽ അത് തീ കത്തിക്കാനും ചൂട് കൂടിയ കഞ്ഞിയിലെ ചൂട് കുറയാനും ഒരേ എയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്താ അതിനകത്തിലെ സയൻസ്, ഇല്ലേ? നമ്മുടെ ഉള്ളിലുള്ള എയർ തന്നെ നമ്മൾ പുറത്തോട്ട് വിടുന്നു. പക്ഷെ ഇത് രണ്ടിനും രണ്ട് ഉപയോഗമാണ്. കാറ്റ് ഇഷ്ടമുള്ളിടത്തുനിന്ന് വരുന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. അതുപോലെയാകുന്നു ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ, സ്വർഗത്തിലുള്ള മനുഷ്യൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെയാണ് ആത്മാവിൽ നിന്നുള്ള മനുഷ്യരായ നമ്മൾ ഈ എയറിനെ പോലെയാണ്. ഏതൊക്കെ ഭാഗത്തും ഉത്ഭവിച്ചു നമുക്കറിയില്ല. നമ്മൾ നമ്മളെ തന്നെ ആ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിനനുസരിച്ച് ജീവിക്കുവാണ്. പക്ഷേ പലതരത്തിലുള്ള ഉപയോഗം, സെയിം ആളുകളെ കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഉപയോഗം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് എൻ്റെ മുമ്പിലുണ്ട്. അവർ തന്നെ മാർത്തമറി സമാജത്തിൽ പോയി അച്ചാറുണ്ടാക്കാറുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ OCYയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ ചിലപ്പോൾ MGOCSMന്റെ ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രെയർ മീറ്റിങ്ങിന് കോർഡിനേറ്റർ ആയിട്ടോ വേറെ ഏതെങ്കിലും ഒരു നമ്മളെ തന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അത് ചിന്തിച്ചു നോക്കുകയും അടുക്കളയിൽ എത്തുമ്പോൾ നമ്മളൊരു കുക്കാണ്, ഇല്ലേ? വീട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ലീനറിന്റെ ജോലിയാവും. ജോലിയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഓരോ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ള റോളാണ്. ഈ സെയിം മനുഷ്യനെ കൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള മിക്കവാറും ഉള്ള എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും. ചാടാൻ പറ്റും, ഇരിക്കാൻ പറ്റും, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും, കൈ ഉയർത്താൻ പറ്റും, കൈ താഴ്ത്താൻ പറ്റും. ഒരുപാട് റോൾസ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എത്ര പേർക്ക് അത് എല്ലാ ദിവസവും, ഈവൻ ചിരിക്കാനുള്ള കഴിവ് പോലും എല്ലാ ദിവസവും നമ്മളിൽ എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിന്ത, ഇല്ലേ? നിങ്ങൾ എത്ര പേര് ചിരിക്കാറുണ്ട് ആത്മാർത്ഥമായിട്ട്? അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളിയുടെ മുഖത്ത് നോക്കി പോലും ഒരു ദിവസം എത്ര സമയം നമുക്ക് ചിരിക്കാറുണ്ട്? ഇന്ന ദിവസം അസ്തമിച്ചു, ഒരു ദിവസം അസ്തമിച്ചു. ഇത്രയും ഏകദേശം ഒരു 10-12 മണിക്കൂർ 13 മണിക്കൂറോളം ഇന്നത്തെ ദിവസം നമ്മൾ പിന്നിട്ട് കഴിയും. രാവിലെ 7 മണി മുതൽ കണക്ക് കൂട്ടിയാൽ തന്നെ ഈ 13 മണിക്കൂറിനിടയിൽ എത്ര സമയം നമ്മൾ പങ്കാളിയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുണ്ടായിരിക്കും? എത്ര സെക്കൻഡുകൾ, ഇല്ലേ? മിനിറ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ്. അത്രമാത്രം ഇത് ചെറിയൊരു കഴിവല്ല. ചിരിക്കാനുള്ള കഴിവ് ലോകത്തിൽ വേറെ ഒരു ജീവിക്കും ഇല്ലാത്തൊരു കഴിവ് പോലും നമ്മളുടെ
കഴിവിനെ കുറിച്ച് പോലും നമുക്കറിയില്ല, അത് ഉപയോഗിക്കാറില്ല. അവിടെയാണ് കർത്താവ് പറയുന്നത്, നമ്മുടെ ചില ട്രാൻസ്ലേഷൻസ് അത് പറയുന്നത് ഹി ന്യൂ ഹിം, ജീസസ് ന്യൂ ഹിം. നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ അവനെ സ്നേഹിച്ചു എന്നാണ് അല്ലേ. 18 വാക്യം ഒന്ന് വായിക്കാമോ? അല്ല, 20 വാക്യം, 21 വാക്യം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ചില വേർഷൻസിനകത്ത് എഴുതിയിരിക്കുന്നത് ഹി ന്യൂ ഹിം, അവൻ അവനെ അറിഞ്ഞു എന്നാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ പിതാവിനെ, മാതാവിനെ എത്ര പേർ അറിഞ്ഞു എന്ന് പറയാൻ പറ്റും പൂർണ്ണമായി? അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ആദിജാതനെ പ്രസവിക്കുവോളം അവനെ അറിഞ്ഞില്ല, അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നത്. അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കുറിച്ച് ഒരു എന്താ പറയുക അറിവും ഉണ്ടായിരുന്നില്ല, ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. അറിയുക എന്ന് പറയുന്നതിന് വേറെ ചില അർത്ഥങ്ങൾ കൂടിയുണ്ട്. യേശു തമ്പുരാൻ അവനെ അറിഞ്ഞു, അവന്റെ ഉള്ളിലേക്ക് യേശു തമ്പുരാൻ പ്രവേശിച്ചു. ഒരു CT സ്കാൻ മെഷീന്റെ അകത്ത് നമ്മൾ കിടക്കുമ്പോൾ അതിന്റെ മോണിറ്ററിൽ കൂടി ഡോക്ടർ കാണുന്നത് പോലെ ഹി സോ എവറിതിങ് ഫ്രം ഇൻസൈഡ് ഓഫ് ദാറ്റ് മാൻ. അവന്റെ ഉള്ളിൽ ഉള്ളതെല്ലാം കണ്ടു. പത്രോസിന്റെ കഥ നമുക്കറിയാമില്ലേ? പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസ് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? എത്ര പ്രാവശ്യം ചോദിച്ചു? 2 പ്രാവശ്യം ചോദിച്ചപ്പോഴും ആൻസർ ഭയങ്കര സ്പീഡിലായിരുന്നു. യെസ്. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ വേറെ ഉത്തരം പറയുന്നത് നീ എല്ലാം അറിയുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് കർത്താവ് ചോദിക്കുന്നത് എന്താണ് എന്നുള്ളത്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലായ പത്രോസ് ഒരു സെക്കൻഡ് നിന്നിട്ടാണ് ഒന്ന് ചിന്തിച്ചു, ശരിയാണോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും നേരം യെസ് പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് ചിന്തിച്ചിട്ട് അവരോട് പറയുകയാണ് നീ അറിയുന്നുവല്ലോ. യാക്കോബിനോട് ദൈവദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? നിന്റെ പേരെന്ത്? യാക്കോബിനോട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് യാക്കോബിനോടെങ്കിൽ എന്റെ പേര് യാക്കോബ് എന്നാണെന്ന് പറയുന്നത്. യാക്കോബ് തന്നെ ആൻസർ പറയുന്നത്. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉള്ളിൽ വലിയ ഒരു അർത്ഥമുണ്ട്. ആ യാക്കോബിനെ പിറകിലേക്ക് നടത്തിക്കുകയാണ്. ഒരു കുറേ വർഷങ്ങൾ പിറകിലേക്ക് നടത്തിയതിനു ശേഷം വേറൊരാൾ ഇതുപോലോട് ചോദിക്കുന്നു, സെയിം ചോദ്യം ചോദിക്കുന്നുണ്ട് യാക്കോബിനോട്, നീ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. എന്താ? ഇസഹാക്കിനോട് പറയുന്നത്. ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, തപ്പി നോക്കി മോനെ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താ പറയുന്നത്? നിന്റെ മൂത്ത മകനായ ഏശാവാകുന്നു എന്ന് പറയുന്നത്. ഐ ആം യുവർ എൽഡർ സൺ. അവിടെ ഒരു കള്ളത്തരം യാക്കോബ് പറഞ്ഞു. അതിനുശേഷം യാക്കോബിന്റെ ജീവിതത്തിൽ ഈ പെനിയേലിന്റെ തീരത്ത് നിൽക്കും, യാബോക്ക് കടവിന്റെ തീരത്ത് നിൽക്കുന്നത് വരെ യാക്കോബിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തൊക്കെ മാറ്റങ്ങളാണ്. 3 ഭാര്യമാരോ അതിന്റെ കൂടെയുള്ള ദാസിമാരോ ഒരുപാട് മൃഗസമ്പത്തും അല്ലാത്ത എല്ലാം കൂടെ വാരിക്കെട്ട് വരികയാണ്. തിരികെ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ സംഭവം നടക്കുന്നത്. അവിടെ വന്ന് യാബോക്ക് കടവ് കടത്തി അവരുടെ സമ്പാദ്യവും മക്കളെയും ഭാര്യമാരെയും എല്ലാം യാബോക്ക് കടവ് കടത്തിയതിനു ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയപ്പോഴാണ് യാക്കോബിനോട് ദൈവദൂതൻ ചോദിക്കുന്നത്, നീ ആരാകുന്നു? വാട്ട് ഈസ് യുവർ നെയിം? ദൈവദൂതൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്ഥലത്ത് നിന്ന് വരുന്ന മനുഷ്യനാണ്. യാക്കോബിന്റെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ വരികയാണ്. ചോദിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, നിനക്ക് ഓർമ്മയുണ്ട് ഇതെല്ലാം നിനക്ക് കിട്ടിയത് ഈ ഒരൊറ്റ കള്ളത്തിന്റെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് പറയും ഇനി മുതൽ നീ യാക്കോബ് അല്ല. യാക്കോബ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമായിരിക്കുമല്ലോ അല്ലേ? യാക്കോബ് എന്ന് നമ്മുടെ യുബായി എന്നൊക്കെ പറയുന്നത് ഒരു സോഫ്റ്റ് ആക്കി വിടുന്നതാണ്. സോഫ്റ്റ് ആക്കി യുബായി എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. ഹീസ് എ ചീരർ. ചീരർ എന്നതിന്റെ അർത്ഥം ചതിയൻ, വഞ്ചകൻ എന്നൊക്കെ അർത്ഥം. കള്ളത്തരം കാണിച്ച് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതാണ് എന്നാണ് അല്ലേ? ഉബായി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കത് അറിയാതെ നമ്മൾ ഉബായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ചീരർ എന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് പേര് മാറ്റപ്പെടുകയാണ്. യാക്കോബ് പിന്നീട് അറിയപ്പെടുന്നത് എങ്ങനെ? ഇസ്രായേൽ. ഇസ്രായേൽ the warrior of God or those who do battle for God. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്, ദൈവത്തിന്റെ പോരാളി എന്ന് പിന്നെ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഈ ഒരു CT സ്കാൻ ആവശ്യമാണ്. ആ ഒരു മൊമെന്റിലേക്ക് എത്തിച്ചേരാനാണ് പരിശുദ്ധമായ നോമ്പ്, കൺഫെഷൻ. ഇന്ന് നമ്മുടെ അസംബ്ലി മീറ്റിംഗിൽ നടന്ന സമയത്ത് നമ്മുടെ സജുവച്ചൻ ഒരു കാര്യം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിട്രീറ്റിനെ കുറിച്ച്. ആ റിട്രീറ്റിന്റെ അകത്തിൽ നടക്കുന്ന സംഭവം എല്ലാ യാമ നമസ്കാരങ്ങളും ഉണ്ട്. നമ്മുടെ സഭയിലല്ല, മറ്റൊരു സഭയിലാണ്. എല്ലാ യാമ നമസ്കാരങ്ങളും പ്രസംഗമില്ലാത്ത ഒരു റിട്രീറ്റ്. എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പ്രസംഗമില്ല, നമുക്ക് തന്നെ ഇവിടെ വരാൻ പ്രാർത്ഥിക്കാം, അവിടെ നിന്ന് ബൈബിൾ വായിക്കാം, നമ്മളെ തന്നെ ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യാം. സെൽഫ് എക്സാമിൻ ചെയ്തതിന് ശേഷം കൺഫെഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 4 ദിവസത്തെ നേറ്റിവിറ്റിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള റിട്രീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ 4 ദിവസം റിട്രീറ്റ് കഴിഞ്ഞിട്ടാണ് അവർ ഫീസ്റ്റ് ഓഫ് നേറ്റിവിറ്റിയിലേക്ക് അവർ പോകുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മടങ്ങി വരിക എന്നാണ്.
Retreat is a command for the soldiers. ഇല്ലേ, നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. മടങ്ങി വരിക എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്, ദിശ അറിയാതെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ സ്വന്തം നാട്ടിലും ഇവിടെയും നടക്കുന്ന, മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളെ വെറുതെ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും, ശരിയായ ദിശയിലല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ബീങ് ഹ്യൂമൻ ഈസ് എ ഹാർഡ് തിങ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനായിട്ടാണോ ജീവിക്കുന്നത് ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം നാട്ടിൽ, കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളം അറിയപ്പെടുന്നില്ലേ, ഒരു പയ്യൻ തലക്കടിച്ച് കൊന്നത് 5 പേരെയാണ്. കല്യാണം പോലും കഴിച്ചിട്ട്, അത് വളരെ യങ്ങായിട്ടുള്ള ഒരു പയ്യൻ, 20-22 വയസ്സ് പ്രായം കാണുമായിരിക്കും, സ്വന്തം അനിയൻ ഉൾപ്പെടെ. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, അതിൻ്റെയൊക്കെ ഭീകരമായ വശങ്ങൾ ഒരുപാടുണ്ട്. അവിടെ മാത്രമല്ല, ലോകത്തിലെമ്പാടും പരസ്പര സ്നേഹം, എംപതി, ഇതിനൊന്നും ഒരു വിലയില്ലാതെയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ ഉള്ളിലെ സങ്കടമോ പ്രയാസമോ അറിയാൻ നമുക്കതിന്റെ ആവശ്യമില്ല. ഇനി അഥവാ മറ്റൊരാൾക്ക് എൻ്റെ പ്രയാസങ്ങളെ കുറിച്ച് മറ്റൊരാൾ അറിയുന്നത് പോലും നമുക്ക് താല്പര്യമില്ലാത്തവരാണ്. പക്ഷെ എന്നാലും എംപതിയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കാരണം എത്ര പേർ മുറിവേൽക്കുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം തമ്പുരാൻ പറയുന്നത്, വി നീഡ് എ റിട്രീറ്റ്. നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. അവനോടും പറയുകയാണ്, നീ ഈ സമൂഹത്തിലെ വളരെയധികം ഉന്നതനായ രീതിയിൽ എല്ലാ അന്തസ്സും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് പറയുകയാണ്, സ്റ്റോപ്പ് ദേർ. യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. എന്താണ് നിന്നെ ഇത്ര നാളും ഈ ആൾക്കാരുടെ മുമ്പിൽ നല്ലവരായി നിർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം? സുമുഖനാണ്, സുന്ദരനാണ്, സുശീലനാണ്, എല്ലാ രീതിയിലുമുള്ള ഹി ഈസ് എ മാൻ ഓഫ് വെർച്യൂസ് എന്ന് ലോകം മുഴുവനും അംഗീകരിച്ചവരാണ്. നമുക്ക് ഗിരിപ്രഭാഷണം ആരംഭിക്കുമ്പോൾ ഒരു വാചകമുണ്ട്, ആത്മാവിൽ those who are poor in spirit. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളോട് പറയുകയാണ്, യു ഹാവ് ടു ബി പൂർ ഇൻ സ്പിരിറ്റ് ഓർ യു ഹാവ് ടു ബി റിച്ച് ഇൻ സ്പിരിറ്റ്. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ആഹ്വാനം? യഥാർത്ഥമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ലീഡറിന്റെ ആഗ്രഹം എന്തായിരിക്കും? ഒരാൾ യു ഹാവ് ടു ബി പൂർ ഇൻ സ്പിരിറ്റ് ഓർ റിച്ച് ഇൻ സ്പിരിറ്റ്? ഞാൻ ജനറൽ കേസ് നമ്മളോട് ഒരാൾ പറയുന്നത്, നാളെ മുതൽ ആത്മാവിൽ നിങ്ങൾ ദരിദ്രരായി മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ പള്ളി വരുന്ന ആത്മാവിൽ റിച്ച് ആകാനാണ്. വി ആർ കമ്മിങ് ടു ചർച്ച് ടു ബി റിച്ച് ഇൻ സ്പിരിറ്റ്. അവിടെയാണ് കർത്താവ് നീ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിലാണ് കേട്ടോ, അല്ലാതെ സാധാരണ ദരിദ്രരെ കുറിച്ചല്ല പറയുന്നത്. ആത്മീയ കാര്യങ്ങളിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതുവരെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ മുദ്ര കുത്തപ്പെട്ട ചില ആളുകളുണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. നമ്മൾ മുദ്ര കുത്താറില്ലേ, മദ്ബഹായി കയറുന്ന ചില ആളുകളെല്ലാം പരിശുദ്ധന്മാരാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കറുത്ത കുപ്പായം വിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരും പൗരോഹിത്യ സ്ഥാനികളായി നിൽക്കുന്നവരെല്ലാവരും ചോദ്യം ചെയ്യപ്പെടാത്തവരാണ്. താഴെ നിൽക്കുന്നവരെല്ലാം അതിന് താഴെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? മുദ്ര കുത്തപ്പെടാറുണ്ട്. അങ്ങനെ ആത്മാവിൽ ദരിദ്രർ എന്ന് മുദ്ര കുത്തപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ നാളെ വായിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ കുറിച്ച്, നാളത്തെ ഏവൻഗേലിയൻ ഒരു സ്ത്രീയാണ്. ഒരു രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സീറോ ഫൊനീഷ്യൻ സ്ത്രീയെ കുറിച്ച് നമ്മൾ നാളെ ഏവൻഗേലിയനിൽ വായിക്കും. അവളോട് ശിഷ്യന്മാരെന്താ പറയുന്നത് അറിയാമോ? ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ചോദിച്ചിട്ട് കാര്യമില്ല, നിന്നെ നീ ഉദ്ദേശിക്കുന്നത് കിട്ടാൻ പോകുന്നില്ല, നീ തിരിച്ചു പോക്കോ എന്ന് പറയുമ്പോഴും അവൾ വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. കർത്താവ് 2-3 പ്രാവശ്യം പറയും, പറഞ്ഞു വിടും. പലതരത്തിൽ അവളെ നിരുത്സാഹപ്പെടുത്തി കഴിയുമ്പോഴും വീണ്ടും അവൾ എന്താ ചെയ്യുന്നത്? അതാണ് ശരിക്കും പറഞ്ഞത് പൂർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഇതാണ്. മറ്റുള്ള ആളുകളെല്ലാം നമ്മളെ തള്ളിക്കളയും. നീ സ്പിരിച്വലി കുറച്ച് ബാക്ക്വേർഡ് ആണ്, അതുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല, നീ മദ്ബായി കയറാറില്ല, മാനേജിംഗ് കമ്മിറ്റിയിൽ കയറാറില്ല, പള്ളിയിൽ പോലും വല്ലപ്പോഴും വരാറുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ നമ്മൾ മുദ്ര കുത്താറുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മളെക്കാൾ മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുമെന്ന കർത്താവ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്, നിന്റെ വിശ്വാസം വലിയത്. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ കർത്താവിന് വേണേൽ പറയാം നിങ്ങളുടെ വിശ്വാസം. കാരണം കൂടെ കർത്താവിന് 12 ശിഷ്യന്മാർ, 72 അറിയിപ്പുകാർ, അതുപോലെ തന്നെ വലിയൊരു പുരുഷാരം കർത്താവിന് പുറകെ പോയിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? സംഭവം അറിയാമായിരിക്കും അല്ലേ? ഈ സെറ്റിംഗ് അറിയാമായിരിക്കും വിചാരിക്കും. ഒന്ന് വിശദീകരിക്കാം. 5 അപ്പം 5000 പേരെ പോഷിപ്പിച്ച സംഭവം കഴിഞ്ഞു. യേശുദവൻ അടുത്ത കരയിലേക്ക് പോകാൻ തുടങ്ങിയാണ്. അതായത് 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്ന സംഭവത്തിന് തൊട്ട് മുമ്പാണ്. ഇതിന് രണ്ടിനും ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്.
ഒന്ന് ചിന്തിച്ചു നോക്കണം, ആൾക്കാർ എന്തിനാ പുറകെ പോകുന്നതെന്ന് ചിന്തിച്ചാൽ അവൻ്റെ പുറകെ ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് പലതവണ അവർക്കറിയാം യേശു തമ്പുരാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ 5 അപ്പം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അവർക്ക് കൊടുത്തു എന്ന് നമുക്കറിയാം. പെട്ടെന്ന് സംഭവങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആളാണ് കർത്താവ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 2-3 പ്രാവശ്യം ഡിനയിൽ കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി കർത്താവ് ഇവളെ നോക്കാൻ പോകും. കാരണം he is a Jew, she is a Gentile, so he is not going to care about her or her daughter. അവളെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവളോട് പറയുകയാണ് പോ. പക്ഷേ യേശു he was trying to teach a lesson to those who are behaving like they are believers. വിശ്വാസികളാണെന്ന് അഭിനയിച്ച് നടക്കുന്ന ചില ആളുകളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പറയുന്നതല്ല വിശ്വാസം, ഇതാണ് വിശ്വാസം. 1 തവണയോ 2 തവണയോ ഡിനയൽ കിട്ടിയാൽ ഇല്ലാതെയാകുന്നതല്ല. ഒരു ദിവസം പള്ളിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞാൽ സോ വി ആർ സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അല്ലെങ്കിൽ പള്ളിയിലുള്ള വരവ് നിർത്തുന്ന ആളുകളെ നമുക്കറിയാം. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട കർത്താവ് പറയുകയാണ് നിങ്ങൾ കാണിക്കുന്നതല്ല വിശ്വാസം. ശീമോനോട് പറഞ്ഞു നീ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അവൻ പറഞ്ഞു no, I'm not that, I don't have that much faith in you. നിനക്ക് എത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, നമുക്ക് വേണമെങ്കിൽ അവരെ പറഞ്ഞു വിടാം. അതാണ് ശീമോന്റെ വിശ്വാസം. ശിഷ്യന്മാർ തലവനായ ശീമോന്റെ വിശ്വാസം അതാണ്. ഓരോരുത്തരും പറയുകയാണ് നമുക്ക് തികയത്തില്ല, നമ്മുടെ കയ്യിലുള്ള പണമോ നമ്മളുടെ കയ്യിലുള്ള വസ്തുക്കളോ സബ്സ്റ്റൻസ് ഒന്നും തികയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അവരുടെ വിശ്വാസം. അവരോട് പറയുകയാണ് ഇതല്ല വിശ്വാസം, ഇതാണ് വിശ്വാസം. അതുകൊണ്ട് അവരെ പഠിപ്പിക്കേണ്ടത് he was trying to teach the so-called believers what faith is. അവരെ പഠിപ്പിച്ചതിന് ശേഷം വിടുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഒരു ശുശ്രൂഷ. Our life itself is a service. We have to consider our life as a service. നമ്മുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുന്നത് it's a continuation of the service of holy matrimony. ആചാര്യൻ ഇവിടെ നിന്ന് നിങ്ങളെ ആശീർവദിച്ച് പുറത്തേക്ക് വിടുമ്പോൾ അവിടെ നിങ്ങളുടെ the service of holy, the sacrament of holy matrimony begins from the church. അവിടെ നിന്ന് ആരംഭിക്കണം. നമ്മൾ ജീവിക്കേണ്ടത് ആ ഉദാശ പോലെ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ഒരു ആരാധന പോലെ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ഭവനങ്ങളൊക്കെ ആരാധനാലയങ്ങളാവേണ്ടത്, നമ്മുടെ മുറികളൊക്കെ ഓരോ മദ്ബഹാകളും പള്ളികളും ആകേണ്ടവയാണ്. അതുപോലെ ജീവിക്കേണ്ട സാഹചര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു നിമിഷം ഒന്നും നിൽക്കാൻ തക്കവണ്ണം കാണിച്ച ഈ ഒരു മാതൃക പിതാക്കന്മാരൊക്കെയും അങ്ങനെയാണ്. യോഹന്നാൻ ഇസ്രായേലിൽ താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു. യേശുദമ്പരൻ പബ്ലിക് മിനിസ്ട്രി ആരംഭിക്കുന്നത് he was in the wilderness to get power, to get the spiritual strength. നമ്മളും ഈ ഒരു നിമിഷം ദൈവസന്നിധിയിലായിരിക്കാൻ എന്തിനു വേണ്ടിയാണ്? അറിയാത്ത കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു we need to have a sense of de-learning. We have to de-learn. നമ്മളെ തന്നെ സമർപ്പിക്കണം. I don't know anything, I have to learn from you. സത്യം കാണാൻ എൻ കണ്ണുകളെ തെളിയിക്കണം. അങ്ങനെ പാട്ടില്ലേ? അങ്ങനെ പാട്ട് കേട്ടിട്ടില്ല? നമ്മുടെ നോയമ്പിന്റെ തിങ്കളാഴ്ച സന്ധ്യാ നമസ്കാരത്തിലും അല്ലെ സാധാരണ നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോഴും പാടുന്നൊരു പാട്ടാണ് കർത്താവേ നിന്നെ ഞങ്ങൾ വിളിക്കുന്ന ഇപ്പോൾ എന്നുള്ള പാട്ടിന്റെ ഇടക്കത്തിൽ സത്യം കാണാൻ എൻ കണ്ണുകളെ തെളിയിക്കണം, ഞാൻ നിൻ ദാസൻ ദാസിപുത്രൻ കൃപ ചെയ്യാന്നൊരു പാട്ടുണ്ട്. സത്യം കാണാൻ എൻ്റെ കണ്ണുകളെ തെളിയിക്കണം. അത് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല, പുറത്തുള്ള കാര്യങ്ങൾ സെക്കൻഡറി ആണ്. വി ഹാവ് ടു സീ ourselves ഫസ്റ്റ്. നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്നും സ്വരൂപവും സാദൃശ്യവും സ്വീകരിച്ച് ദൈവികരായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വാട്ട് ആർ വി ലാക്കിംഗ്? നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് ആർ വി ലാക്കിംഗ് ഓർ ആർ വി ഗെയിനിങ്? നമ്മൾ നേടിയതൊക്കെ നേട്ടം തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും നേടിയത് എന്തിനെക്കുറിച്ചും നമ്മളതൊരു നേട്ടമാണെന്ന് ചിന്തിക്കുമ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ, പലരും പറഞ്ഞു അച്ഛൻ എന്തോ പറ്റി രാവിലെ കുർബാനയ്ക്ക് കണ്ടില്ലല്ലോ, പക്ഷെ കുഞ്ഞിന് പിയാനോ ഉണ്ടായിരുന്നു, സോക്കർ ഉണ്ടായിരുന്നു. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൽ നമ്മൾ ഇത് എന്തെങ്കിലും നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ this is a time to rethink. കുഞ്ഞുങ്ങളാവും, വേറെ വീടാകാം, ജോലിയാകും, എന്തെങ്കിലും ആവും. നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളല്ലാതാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ
നീ വൃദ്ധനായ ശേഷം മറ്റൊരാൾ നിനക്ക് കരകെട്ടുകയും ഇഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു പറഞ്ഞ പോലെയാണ്. നമ്മുടെ മനസ്സിന് ആഗ്രഹമാണ് അല്ലേ, എൻ്റെ മര്യാദയ്ക്കൊക്കെ ജീവിക്കണം, ആത്മാവിനനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും മറ്റാരോ നമ്മളെ നിയന്ത്രിക്കുകയാണ്. 139 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം നമുക്കൊന്ന് ധ്യാനിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. സങ്കീർത്തനം 139 കുറച്ച് മുമ്പ് 2 വാക്യം കൂടിയുണ്ട്. 23-24 എന്നെ എല്ലാ ദിവസവും നമ്മൾ ഇതൊന്നും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. എല്ലാ ദിവസവും ഈ അവസാനത്തെ 2 വാക്യം മാത്രം ഒന്ന് ധ്യാനിച്ചിട്ട് നമ്മുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണം. നമുക്ക് ദൈവത്തോട് പറയുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൻസ് ഉണ്ടാവണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ സെൽസ്. വാട്ട് ആർ വി ലാക്കിംഗ്? നമ്മൾക്കുള്ള നേട്ടങ്ങളൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമായി ഈ നോമ്പുകാലം മാറട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് ഒരു ദൈവിക ശുശ്രൂഷയിലായിരിക്കാൻ സാധിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഓർക്കം. പരിശുദ്ധമായ നോമ്പുകാലം ഒരു വലിയ കൂട്ടായ പ്രാർത്ഥനയാണ്. ഈ ഒരു എനർജി പരസ്പരം സ്പ്രെഡ് ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നോമ്പിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ഇടവകയ്ക്ക് മുഴുവനായും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോയലച്ചനെയും അച്ഛൻ്റെ മിനിസ്ട്രിയെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഇടവകയിലെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിക്കാൻ അല്പനേരം നമുക്ക് ദൈവസ്ഥലത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ പൂർത്തീകരിക്കും. ദൈവമായ കർത്താവേ, അവിടുത്തെ ഏകജാതനായ പുത്രൻ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതായ വചനങ്ങളെയൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും ഞങ്ങളെ ശോധന ചെയ്യുവാനും അറിയുവാനും ഞങ്ങളുടെ ഉള്ളിൽ നിന്നിൽ നിന്ന് അകന്നു പോകുന്നതായ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവയെ മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, അനേകം അറിവുകൾ നേടുമ്പോഴും സാമ്പത്തികമായും ശാരീരികമായും ഉന്നതിയിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുമ്പോഴും കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ എന്താണ് നഷ്ടപ്പെടുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, അവിടുന്ന് ഞങ്ങളെ ശോധന ചെയ്യണമേ. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവ്, ഈ ധ്യാനം, ഈ നോമ്പ് അതിന് കാരണമായിട്ട് തീരുമാനാകണമേ. കർത്താവ്, ഏകജാതനായ പുത്രന്റെ പുനരുത്ഥാനത്തിന്റെ പെരുന്നാളിലേക്ക് സന്തോഷത്തോടെ ആത്മീയ വിശുദ്ധിയോടെ അടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. താങ്ക് യു.